പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ദിവസം മുമ്പ്, അതായത് മെനിഞ്ഞാന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം അടൂരിനടുത്ത് ഏനാത്ത് ഭാഗത്തുള്ള ഒരു ദൈവസഭ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയുണ്ടായി. ഇപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് 2 ദിവസം പൂർത്തിയാകുമ്പോൾ ആ വിഷയത്തിൽ പരിഹാരം വന്നിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുവാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പിട്ട വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട്. കാരണം അത് പരിഹരിക്കപ്പെട്ടു. ആ ദൈവസഭ പ്രിയപ്പെട്ടവർക്ക് ആരാധനയ്ക്കായി അത് വിലയ്ക്ക് വാങ്ങുന്നതിനായി 3 ലക്ഷം രൂപയോളം വേണ്ടിയിരുന്നു. ഈ 2 ദിവസം കൊണ്ട് തന്നെ അത്ഭുതകരമായി ദൈവമക്കളിലൂടെ ആ കാര്യത്തിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ആ 3 ലക്ഷം രൂപ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുകയും ചെയ്തു. സുവിശേഷകൻ ടിജോ സോളമൻ എന്ന യുവ പ്രസംഗകൻ അദ്ദേഹം സന്തോഷത്തോടെ വിവരം അറിയിക്കുകയും അപ്പോഴപ്പോഴും ദൈവമക്കൾ അയക്കുന്ന നന്മയുടെ ആ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുകയും ആ തുക പൂർത്തിയായപ്പോൾ അതായി എന്ന് പറഞ്ഞ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് അയച്ചു. അത് ബോധ്യം വരുത്തി. ആ വിഷയത്തിൽ ഒരു പരിഹാരം വന്നിട്ടുള്ളത് കൊണ്ട് ദൈവമക്കൾ ഇനി ആ വിഷയത്തിൽ പൈസ അയക്കേണ്ടതില്ല. ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ പരിഹാരം വന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ടിജോ, കർത്താവിൻ്റെ ദാസൻ, നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ ഞായറാഴ്ച ബഹുമാനപ്പെട്ട പ്രിയ കർത്തദാസൻ ഷമീർ പാസ്റ്റർ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായല്ലോ. ഈ പ്രേക്ഷകർ നന്നായിട്ടത് കാണുകയും ഞങ്ങളുടെ ദൈവസഭ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട കർത്തദാസനോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓർപ്പിക്കുകയും അത് അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയും അത് പലരും കണ്ട് നിങ്ങളെല്ലാവരും ദൈവസഭയോട് ഉള്ള ആ സ്നേഹബന്ധത്തിൽ നിങ്ങളൊക്കെ പല വിധത്തിലുള്ള കൂട്ടായ്മകൾ കാണിച്ചു. എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൈത്താങ്ങിയതിൽ വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും നിങ്ങൾ ഞങ്ങളുടെ ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് ധാരാളം അനുഗ്രഹിക്കാം. ഇത്തരത്തിലുള്ള ജനുവിനായിട്ടുള്ള അർഹതപ്പെട്ട പ്രതിസന്ധികൾ അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും വീണ്ടും അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതായിരിക്കും. ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നത് 100 രൂപ മുതൽ അങ്ങോട്ട് 500 രൂപയാകട്ടെ 100 രൂപയാകട്ടെ അങ്ങനെ അയച്ച പ്രിയപ്പെട്ടവരുണ്ട്. വളരെ നന്ദിയോടെ ഓർക്കുന്നു. തുകയുടെ വലുപ്പത്തിലല്ല, അത് ചെയ്ത മനസ്സിനെ കർത്താവ് മാനിക്കുകയും ഇനിയും അനേകർക്ക് നന്മ ചെയ്യാൻ ദൈവം നിങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് വീണ്ടും ഈ 1 രൂപ മുതൽ അങ്ങോട്ട് നൽകിയവർക്കും ഇനി പ്രാർത്ഥിച്ച് സഹായിച്ചവർക്കും എല്ലാവർക്കും ദൈവം അനുഗ്രഹവും സമാധാനവും ആശ്വാസവും എല്ലാം നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രമാണം എഴുതി കഴിയുമ്പോൾ അത് കൊടുത്ത് പ്രമാണം എഴുതി കഴിയുമ്പോൾ ജസ്റ്റ് ആ വിവരം കൂടെ ദൈവമക്കളെ ഒന്ന് അറിയിക്കുന്നതായിരിക്കും. ആ ദൈവസഭ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ആൾക്കൂട്ടമൊക്കെ പ്രതീക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളും അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ട്രെൻഡുകളിൽ നമ്പറുകളൊന്നും ഉണ്ടാക്കി ആളുകളെ കയറ്റാനോ സ്വോത്രകാഴ്ച പിരിച്ചെടുക്കാനോ ഒന്നും ശ്രമിക്കുന്നൊരു സഭയല്ല. അവിടെ കുറച്ച് പേരെ ഉള്ളെങ്കിലും ആ കുറച്ച് പേര് പിതാക്കന്മാരുടെ കാലത്ത് ആ പഥ്യോപദേശ പ്രമാണം അനുസരിച്ച് പോകണമെന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്നൊരു കൊച്ചുകൂട്ടമാണ്. അത് വളരെ ജനുവിനാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ദൈവമക്കളുടെ മുമ്പിൽ കൊണ്ടുവന്ന് എല്ലാവരെയും കർത്താവ് ഒരിക്കൽ കൂടി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.